ഇന്നലത്തെ എൻ്റെ ഒ.പിയുടെ അവസ്ഥ നമ്മളെ അന്യൻ സിനിമയിലെ വിക്രത്തെ പോലായിരുന്നു. பெருமாள் சத்தியமா அந்த ஆஞ்சி கொலையும் எந்த தப்பு பண்ணல. பண்ணதே நான் தான். ഒരു കപ്പിള് അരമുക്കാൽ മണിക്കൂർ എൻ്റെ ഒ.പിയിലുണ്ടായിരുന്നു. അവർക്ക് ഒരു 15-20 കൊല്ലത്തെ ദാമ്പത്യം ഉണ്ടായിരുന്നു. ഒരു 3-4 IVF പല ആശുപത്രി ചെയ്തിട്ട് ഫെയിലിയർ ആയിട്ട് അവരുടെ സങ്കടം മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന ഒരു അവസ്ഥ. അതിനുശേഷം പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്തപ്പം ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ ആക്സിഡൻ്റലി പ്രഗ്നൻ്റ് ആയി. അവൾക്കത് അബോർട്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ എന്ത് വൈരുദ്ധ്യമാണ് അല്ലേ? 10-20 കൊല്ലം അല്ലെങ്കിൽ 5-10 ലക്ഷം രൂപ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി മുടക്കാൻ അല്ലെങ്കിൽ മുടക്കി കഴിഞ്ഞ് നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുന്ന ഒരു കപ്പിളും അതിൻ്റെ അപ്പുറത്ത് വളരെ ബബ്ലി ആയിട്ടൊരു യങ് ഗേൾ ഹു ഹാഡ് എ കാഷ്വൽ സെക്സ് ആൻഡ് ഹാഡ് പ്രഗ്നൻസി. അത് വേണ്ടാന്ന് വെക്കുന്നു. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ലൈഫ്. ആസ് എ ഡോക്ടർ നമുക്ക് പലപ്പോഴും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമസ്യയാണ്. ബട്ട് വി ആർ പ്രൊഫഷണൽസ്, വി ഹാവ് ടു ഫേസ് ഇറ്റ്. ആൻഡ് ആസ് എ ഫെർട്ടിലിറ്റി ഡോക്ടർ ഞാൻ ഒരിക്കലും അബോർഷൻ എന്നുള്ളൊരു പ്രക്രിയ ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു കേസിനെ കൂടുതലും എൻ്റർടൈനും ചെയ്യാറില്ല.